തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളുടെ ദയാവധം നടത്താൻ മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ പ്രശ്നം നേരിടാൻ അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസിലെ സെക്ഷൻ 8 ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെയാകണം ദയാവധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം നടത്താൻ അനുമതി നൽകാനും യോഗം തീരുമാനിച്ചു. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടത്തുകയെന്നും മന്ത്രിമാരായ എം പി രാജേഷും ജെ ചിഞ്ചുറാണിയും ഉന്നതതല യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസും വാക്സിനേഷനും സെപ്റ്റംബറിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇവയ്ക്ക് ഈ ചിപ്പും ഘടിപ്പിക്കും. ഓഗസ്റ്റിൽ തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് നടത്തും. ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തന്നെ എതിർക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. CSR ഫണ്ട് ഉപയോഗിച്ച് 8 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഓർഡർ നൽകി. ഇവ എത്താൻ 2 മാസമെടുക്കും. ഈ കാലയളവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് പ്രവർത്തിക്കാനുള്ള സ്ഥലം ഒരുക്കണമെന്നും എം പി രാജേഷ് പറഞ്ഞു. ഗുരുതര രോഗം ബാധിച്ചതോ ദയാവധത്തിന് അനുയോജ്യമാണെന്ന തദ്ദേശ സ്ഥാപനത്തിന് ബോധ്യപ്പെട്ടാലോ ദയാവധം നടത്താമെന്ന് മന്ത്രി വ്യക്തമാക്കി. വെറ്റിനറി ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ദയാവധം അനുവദനീയമാണ്. ഇത് ഉപയോഗപ്പെടുത്തും. ദയാവധം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന നടപടിക്രമങ്ങൾ നിയമത്തിലുണ്ട്. ഇത് പാലിച്ച് രോഗബാധിതരായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കും. നായയെ പിടിക്കാനുള്ള ആളുകളെ കുടുംബശ്രീയിൽ നിന്നോ സ്വന്തം നിലയിലോ കണ്ടെത്താം. പരിശീലനം ലഭിച്ച 158 പേർ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൈവശമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 25 ലക്ഷം രൂപ ചെലവിട്ടാണ് പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ വാങ്ങുന്നത്. സ്ഥിരം ABC കേന്ദ്രങ്ങളെക്കാൾ ചെലവ് കുറവാണ് ഇവയ്ക്ക്. 100 കോടി രൂപയുടെ പദ്ധതി വകയിരുത്തിയിട്ട് 18 കോടി മാത്രമേ നടപ്പിലാക്കാനായുള്ളൂ. അതുകൊണ്ടാണ് പോർട്ടബിൾ ABC കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. ABC കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചു.